കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം. സുഗുണ ബൗദ്ധയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. നമുക്ക് യോഗ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, മറിച്ച് അതൊരു വ്യായാമ മുറയോ മറ്റൊന്നുമല്ല. അതിലൂടെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്നുണ്ട്. ഇതിനു പുറമെ അത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും കൂടെ യോഗയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യോഗ എന്ന് പറയുന്നത് കേവലം ഒരു ശാരീരികമായ അഭ്യാസങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതൊരു ശാസ്ത്രശാഖ തന്നെയാണ്. ഏതൊരാൾക്കും, അയാൾ യുവാവായിക്കോട്ടെ, വൃദ്ധനായിക്കോട്ടെ, ആരോഗ്യവാനായിക്കോട്ടെ, ക്ഷീണിതനായിക്കോട്ടെ, യോഗാസനങ്ങളെല്ലാം തന്നെ ആ വ്യക്തിയെ പിന്തുണയ്ക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള ഒരു യോഗാ പരിശീലനത്തിൽ കൂടെ തന്നെയാണ് നമ്മളിതെല്ലാം സ്വായത്തമാക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിരമായി പരിശീലനമുള്ള ഒരു വ്യക്തിക്ക് ശാരീരികമായ തലത്തിൽ നിന്ന് ഉയർന്ന് അവൻ്റെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ സാധിക്കും. അങ്ങനെ ആ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ അറിയുന്ന ഒരു വ്യക്തിക്ക് അത് കൂടുതൽ ശുദ്ധീകരിക്കാനും അതിനെ ചിട്ടയായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകാനും ഉള്ള ഒരു ശക്തി കിട്ടും. ഈ ശക്തിയാണ് നമ്മൾ യോഗയിൽ കൂടെ ഒരു സാധകൻ ഉൾക്കൊള്ളുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ദ്രിയങ്ങൾ ഇവിടെ ഒരു വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ് മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോധതലത്തിലേക്ക് പല അറിവുകളും എത്തുന്നത്. നമ്മൾ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നു, ചെവികൾ കൊണ്ട് നമ്മൾ കേൾക്കുന്നു, മൂക്ക് വെച്ച് നമ്മൾ മണം തിരിച്ചറിയുന്നു, നാവ് കൊണ്ട് രുചിഭേദങ്ങൾ മനസ്സിലാക്കുന്നു, ത്വക്കുകൊണ്ട് നമ്മുടെ സ്പർശനത്തിൽ കൂടെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും വന്ന് എന്നോട് ഒരു കാര്യം പറയാറുണ്ട്. പല തരം ആസക്തികൾ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് നാൾക്ക് മുമ്പ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുകവലി നിർത്തണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. പുകവലി നിർത്താൻ വേണ്ടി കുറച്ച് ദിവസമൊക്കെ വളരെ കഠിനമായിട്ടൊക്കെ പരിശ്രമിച്ചിരുന്നു. വീണ്ടും വീണു പോവും. പിന്നെയും അദ്ദേഹം കുറച്ച് നാൾ വലിക്കും. പിന്നെ ഈ വലിക്കുന്നതിൻ്റെ ഒരു കുറ്റബോധം കാരണം വീണ്ടും കുറച്ച് ദിവസത്തേക്ക് നിർത്തും. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പുകവലി എന്ന് പറയുന്ന ആ ഒരു ദുശീലം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പുകവലി എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെയാണ് നിങ്ങളുടെ ആസക്തികൾ. ഈ ആസക്തികളിൽ നിന്ന് വിട്ടുമാറി തിരിച്ച് നടന്നു വരാനായിട്ട് അത്ര എളുപ്പമൊന്നും സാധിക്കില്ല. തീർച്ചയായിട്ടും അതിന് യോഗ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇന്ദ്രിയങ്ങളെ 2 തരത്തിലായിട്ട് നമ്മളൊന്ന് വേർതിരിക്കാം. ആദ്യത്തേത് ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ് ആണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും പല പല ആഗ്രഹങ്ങളുടെ പുറകെയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നാവിന് ഒരു രുചി മാത്രം പോരാ. വീണ്ടും വീണ്ടും ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും ആ രുചികൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നാവിന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് ആ ഒരു ആഗ്രഹം സാധ്യമാകുമ്പോൾ ഒരു തൃപ്തി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണൊരു പാസീവ് സ്റ്റേറ്റിലേക്ക് അത് മാറും. അപ്പം ഈ 2 അവസ്ഥകളാണ് മനസ്സിൻ്റെ ഒരു തലമെന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, മനസ്സ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ തന്നെയാണ്. നമ്മൾ കാണുന്നതെന്നും കേൾക്കുന്നതെന്നും ഒക്കെ തന്നെയാണ് മനസ്സിന് അതിൻ്റെതായ കാര്യങ്ങൾ കിട്ടുന്നതും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു രാജാവിൻ്റെ കീഴിലുള്ള പ്രജകളെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. ആ രാജാവിൻ്റെ കൽപ്പനകൾ എടുത്തുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് പ്രജകളെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഇന്ദ്രിയങ്ങളെയും കുറിച്ചുമാണ് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മുടെ കണ്ണുകളുടെ കാര്യമാണെങ്കിലും ചെവിയുടെ കാര്യമാണെങ്കിലും, നമ്മുടെ കണ്ണിൻ്റെ കാര്യം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് കാണാൻ പാടില്ലാത്തത് കാണരുത് എന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വീണ്ടും വീണ്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അദ്ദേഹത്തിന് വന്ന ആ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത
ആ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിന് ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഈ അവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ നാവ് തന്നെയാണ്. അത് രുചി മാത്രമല്ല, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകളിൽ നിന്ന് വരുന്ന പല പ്രതിഫലനങ്ങളും നാവിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഏറെക്കുറെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാം എന്നാണ് പഠനങ്ങൾ തെളിയിച്ച് വച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? യോഗശാസ്ത്ര പ്രകാരം 6 തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാക്കുന്നത്. ഒന്ന് വിചാരം എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോധ്യമുണ്ടാവണം. സന്തോഷവും സങ്കടവും തമ്മിലുള്ള ആ ഒരു അവസ്ഥ നമുക്കറിയാലോ, സ്നേഹവും ദേഷ്യവും തമ്മിലുള്ള അവസ്ഥ. ഇത്തരം അവസ്ഥകൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നുള്ള വ്യക്തി ഈ ചിന്തകളല്ല എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകണം. ആത്മന് അല്ലെങ്കിൽ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണല്ലോ യോഗ എന്ന് പറയുന്നത്. ഈ പരമാത്മാവിന് ഇത്തരം വാസനകളില്ല. അപ്പം നമ്മളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ്റെ വാസന എന്ന് പറയുന്നത് ഇത്തരം കടുത്ത വിദ്വേഷമോ അല്ലെങ്കിൽ കടുത്ത സങ്കടമോ അങ്ങനെ ഒന്നുമുള്ള വേർതിരിവുകൾ അവിടെ ഇല്ല. അപ്പം ഈ ഒരു ചിന്ത എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളത് ഒരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് ബോധ്യം വന്നു കഴിയുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് കുറെ കൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ആത്മശക്തിയാണ്. അതായത് ഒരു ആഴത്തിലുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു വിൽ പവർ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും നമുക്ക് ക്ഷമ ആവശ്യമുണ്ട്. പതുക്കെ ഇത് ഒറ്റയടിക്ക് ചാടി കടന്ന് നമുക്കിതെല്ലാ ഇന്ദ്രിയങ്ങളെയും കൂടെ ഇപ്പം തന്നെ ഒന്ന് വരുതിയിലാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമേ അല്ല. അങ്ങനെ ചിന്തിക്കുന്നവർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് സാധ്യമാകാതെ വരുമ്പോൾ അവർ അതിൽ നിന്ന് പിടിവിട്ട് പിന്നെയും പഴയ ജീവിതത്തിലേക്ക് പോവും. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദീർഘമായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഒരു ദീർഘക്ഷമയും വിൽ പവറും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. മറ്റൊന്ന് കുംഭക. പ്രാണായാമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രാണനെ അയാമം ചെയ്യുക എന്നുള്ളതാണ് പ്രാണായാമത്തിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ പ്രാണായാമം സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയുടെ മനസ്സ് കുറെ കൂടെ ശാന്തമായിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കുറെ കൂടെ എളുപ്പം സാധ്യമാകും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. എന്നാൽ ഇതൊരു സ്ഥിരമായ ഒരു പരിശീലനമാണ് ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. ഒരു സ്പിരിച്വൽ സൈഡൊക്കെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഷൺമുഖി മുദ്രയിലൊക്കെ ഇരുന്നുകൊണ്ട് ഭ്രാമരി പ്രാണായാമം ചെയ്യുക, അങ്ങനെ വളരെ ദീർഘമായിട്ട് സമയം ഒക്കെ എടുത്ത് പ്രാണായാമം ചെയ്യുന്നത് കുറെ കൂടെ നമുക്ക് ഈ ഒരു പാത പിന്തുടരാനായിട്ട് എളുപ്പമാണ്. അടുത്തത് ധാമ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതും നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണത്തിന് വളരെയധികം സഹായം ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ പലതരത്തിലുള്ള ആസക്തികൾ. എന്നാൽ ഈ ആസക്തികളെല്ലാം നമ്മളെ ഒരു പൂർണ്ണമായൊരു തൃപ്തി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം ഒരാഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കയ്യിലായി കിട്ടി എന്ന് വിചാരിക്കും. എന്നാൽ ആ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. വീണ്ടും നമ്മുടെ മനസ്സ് അടുത്ത ഒരു ആഗ്രഹത്തിലേക്ക് പതുക്കെ വഴുതി വീഴും. പിന്നെ അത് നേടാനുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരു കുരങ്ങൻ്റെ സ്വഭാവം അറിയാലോ. ഒരു കമ്പിൽ നിന്ന് ചാടി അല്ലെങ്കിൽ അടുത്ത കമ്പിലേക്ക് അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് കണക്കാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ധാമ എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും നമ്മുടെ സെൻസറി ഓർഗൻസ് എല്ലാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ആ
മനസ്സിൻ്റെ ആ ഒരു തലം മാറിപ്പോകുന്നു. വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളുടെ പുറകെ ഓടുന്ന ഒരു മനസ്സ് ആണ് നമുക്കുള്ളത് എന്ന് ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് തൃപ്തി അണഞ്ഞുകൊണ്ട് തന്നെ നമുക്കുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉള്ള സമ്പാദ്യം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കിട്ടാത്തതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും ചിന്തിക്കാതെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് സംതൃപ്തി അണഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇന്ദ്രിയ നിയന്ത്രണത്തിന് വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്ന് പ്രത്യാഹാരമാണ്. അച്ചടക്കം പാലിക്കുക എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അഞ്ചടക്കം എന്നുള്ളതാണ്. അതായത് ഈ 5 ഇന്ദ്രിയങ്ങളെയും അടക്കം ചെയ്തുകൊണ്ടാണ് ഈ പ്രത്യാഹാരം എന്നുള്ള ഒരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികളും നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്താണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ എനിക്ക് ബുദ്ധിമുട്ട് തന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കണ്ണാണ് എനിക്ക് ബുദ്ധിമുട്ട് തരുന്നതെങ്കിൽ ആ കണ്ണിൻ്റെ കാര്യങ്ങൾ, കണ്ണ് എങ്ങോട്ടൊക്കെ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായിട്ട് കാണാൻ പാടില്ലാത്തത് കാണണ്ട എന്നൊരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. തുടക്കത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തുടങ്ങിയാൽ മതി. ഒറ്റയടിക്ക് കയറി വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ കാര്യം എടുത്തു പറയാം. നമ്മുടെ സ്ക്രീൻ ടൈം, നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് മൊബൈൽ ഫോണാണ്. അപ്പം കണ്ണ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രാത്രി കിടക്കുന്നത് വരെ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതങ്ങ് കണ്ടുപോകുന്നതല്ലേ ഉള്ളെന്ന്. അല്ല, ഈ കണ്ണിൽ നിന്ന് കിട്ടുന്ന പല വിവരങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഉപബോധ മനസ്സിൽ അത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പല പല മാറ്റങ്ങളും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകുന്ന പല ഏറ്റക്കുറച്ചിലുകളും. ഈ ഏറ്റക്കുറച്ചിലുകൾ എന്ന് ഞാൻ പറയുന്നത് മനസ്സിൽ ഇങ്ങനെ തിരമാല പോലെ അടിച്ചടിച്ച് വരുന്ന ഓരോ തരത്തിലുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നു. അപ്പം എന്താണ് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ കാണുന്നത്, എന്തൊക്കെ കാണാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാവിൻ്റെ ഉപയോഗം, ഈ നാവിൻ്റെ ഉപയോഗം എപ്പോഴും നമ്മൾ കഴിവതും സംസാരം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ സംസാരിക്കണം. തീർച്ചയായിട്ടും നമ്മൾക്ക് കമ്മ്യൂണിക്കേഷന് ഏറ്റവും വലിയ ഉപകരണമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. എന്നാൽ പോലും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോൺ, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു മൃദുലത, അത് എല്ലാം നല്ല രീതിയിലാണോ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മേലുണ്ടാവണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സെൽഫ് റിയലൈസേഷൻ വേണം. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചോ സംസാരത്തിൽ കൂടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ നമ്മുടെ സംസാരത്തിൽ കൂടെ? ഒരുപക്ഷെ നമ്മുടെ സംസാരത്തിൻ്റെ ടോണിലായിരിക്കും അതിനകത്ത് വ്യത്യാസം വരുത്തുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം കടന്നുപോയി, ഇനിയിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാളത്തെ എൻ്റെ ദിവസം കുറേ കൂടെ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ ടോൺ, എൻ്റെ സംസാരത്തിൻ്റെ മൃദുലത, എത്ര വലിയ സംഘർഷഭരിതമായ സാഹചര്യമാണെങ്കിൽ പോലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിയന്ത്രിച്ച് തന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു തീരുമാനം എടുത്ത് പോകുന്നതാണ്. തീർച്ചയായിട്ടും ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയുടെ 8 പടികളിൽ വരുന്ന ഒരു പാദമാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. വളരെയധികം ആഴത്തിലുള്ള ഒരു സംഗതിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. പ്രത്യാഹാരം പരിശീലിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ധ്യാനത്തിൻ്റെ വളരെ ആഴങ്ങളിലുള്ള തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഒരു സ്പിരിച്വൽ എനർജി വളരെയധികം ഉള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയും ചെയ്യും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ത്യാഗം അല്ലെങ്കിൽ വൈരാഗ്യം ആണ്. നമുക്ക് സന്തോഷം എന്ന് പറയുന്നതാണ് നമുക്ക് ആത്യന്തികമായിട്ട് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലേ? ഈ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വൈരാഗ്യം എന്ന് പറയുന്ന ഒരു നോൺ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഒരു സ്ഥിതിയാണ്. അതായത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഇന്ന് ലോകത്ത് കിട്ടും, പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തിനും മനസ്സിനും ജീവൻ നൽകുന്ന ഭക്ഷണം മാത്രമേ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രം മതി, ബാക്കിയുള്ളത് വേണ്ട എന്ന ഒരു തീരുമാനം എനിക്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് ത്യാഗമാണ്. ത്യാഗത്തിൽ കൂടെ നമുക്ക് അങ്ങനെയുള്ള കുറേയേറെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ത്യാഗം എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോമ്പും ഉപവാസവും ഒക്കെ എടുക്കുമ്പോൾ ഇത്തരം ത്യാഗങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിന് അതൊരു പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവരുടെ ഇന്ദ്രിയങ്ങളെ കുറെ കൂടെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് കുറച്ചും കൂടെ സ്വസ്ഥതയിൽ, ശാന്തതയിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കിട്ടാത്തതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വ്യഗ്രതപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ദുഃഖചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിന്തകൾ വളരെയധികം മാലിന്യം നിറഞ്ഞതാവും. യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം യോഗ ചിത്തവൃത്തി നിരോധഃ എന്നാണ് പറയുന്നത്. അതായത് മനസ്സിൻ്റെ മാലിന്യങ്ങളെ അകറ്റുക എന്നുള്ളത് തന്നെയാണ് യോഗയുടെ ആത്യന്തികമായ ഉദ്ദേശം. ഈ മനസ്സിൻ്റെ മാലിന്യങ്ങൾ കടന്നു വരാതെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കുറെ കൂടെ സന്തോഷപ്രദമായും സ്വസ്ഥമായും ശാന്തമായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും ഇടപഴകാനും കൂടാതെ തന്നെ മനസ്സിനും ഇന്ദ്രിയത്തിനും തമ്മിലുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ സമ്മർദ്ദം കുറച്ച് ആരോഗ്യമുള്ളൊരു മാനസികാവസ്ഥ നേരിട്ട് അതുപോലെ തന്നെ സന്തോഷകരമായ ഒരു ജീവിതം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോ ഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഗുണോ ഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.